ഹലോ, യൂട്യൂബ് തുടങ്ങിയിട്ട് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള പോരായ്മകളൊക്കെ കാണും, നിങ്ങളൊന്ന് ക്ഷമിക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അതിനായിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് ട്രിവാൻഡ്രത്ത് വിളപ്പിൽ ശാലയ്ക്ക് അടുത്തുള്ള ശാസ്താംപാറ എന്ന് പറയുന്ന പ്ലേസാണ്. ട്രിവാൻഡ്രത്തുള്ള കുറച്ച് പേർക്കെങ്കിലും ശാസ്താംപാറയെക്കുറിച്ച് അറിയായിരിക്കും കേട്ടോ. ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 14 കിലോമീറ്റർ മാറിയാണ് ശാസ്താംപാറ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഫൈനലി ഞങ്ങൾ ശാസ്താംപാറ എത്തിയിരിക്കുന്നു ഗൈസ്. ആദ്യമേ തന്നെ പറയട്ടെ, ഇവിടെ വലിയൊരു പോരായ്മ എന്തെന്ന് വെച്ചാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല. റോഡിൻ്റെ സൈഡിൽ വേണം വണ്ടി പാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് പോകാൻ. അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അഡൾട്ടിന് 20 രൂപയും ചിൽഡ്രൻസിന് 10 രൂപയാണ് കേട്ടോ വരുന്നത്. അതുമാത്രമല്ല, ID പ്രൂഫും കാണിക്കണം കേട്ടോ. രാവിലെ 7:30 മുതൽ രാത്രി 7:30 വരെയാണ് ടൈമിംഗ് വരുന്നത്. സൺഡേ ആകുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ് ഗൈസ്. ഞങ്ങൾ പോയത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇത്രയും പടിയും പാറയും ഒക്കെ കയറി മുകളിൽ ചെല്ലുമ്പോൾ, മുകളിലെന്ന് വെച്ചാൽ ഇതിൻ്റെ വ്യൂ പോയിന്റിൽ എത്തുമ്പോഴത്തേനും ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് ഗൈസ് ഈ ശാസ്താംപാറ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ചൊന്ന് മുകളിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ഇച്ചിരി ടയേർഡായോ എന്നൊരു സംശയം. അങ്ങ് താഴേന്നാണ് ഞങ്ങൾ കയറി വന്നതെന്നാണ് ഞാൻ ഈ കാണിക്കുന്നത്. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ചെറിയൊരു കട ഉണ്ട് കേട്ടോ. തളർന്നൊക്കെ വരുവാണെങ്കിൽ ഇവിടുന്ന് വെള്ളമൊക്കെ വാങ്ങി കുടിക്കാം. അങ്ങനെ ഞങ്ങളിതാ വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ ചെറിയൊരു തമ്പുരാൻ ക്ഷേത്രമുണ്ട് കേട്ടോ. അത് മാത്രമല്ല 2 കൽമണ്ഡപമുണ്ട്. ഇത് രണ്ടാമത്തതാണ്. ഒന്നാമത്തത് താഴെയാണ് കേട്ടോ. ഇതിൻ്റെ താഴെയുണ്ട്. ഇതാണ് ക്ഷേത്രം. കുഞ്ഞു ക്ഷേത്രമാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ട്രിവാൻഡ്രം സിറ്റി ഫുൾ കാണാൻ പറ്റും നമുക്ക്. പടിയിറങ്ങി താഴോട്ടേക്ക് ചെല്ലുമ്പോൾ തന്നെ ചെറിയൊരു കുളമുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ചിൽഡ്രൻസ് പാർക്കും ഉണ്ട് കേട്ടോ. ഫാമിലിക്കും അതുപോലെ തന്നെ കപ്പിൾസിനും വരാൻ പറ്റുന്ന ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഇത്. കൂടുതൽ ഈവനിങ് ടൈമിൽ വരുന്നതായിരിക്കും ഗൈസ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം ശാസ്താംപാറയുടെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഈവനിങ് ടൈം തന്നെ വരണം. ആ സൺസെറ്റൊക്കെ കാണാൻ പറ്റും നമുക്ക്. പിന്നെ ഒരു കാര്യം പറയട്ടെ, മഴയുള്ള സമയത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല കോടമഞ്ഞും നല്ല തണുത്ത കാറ്റും തണുപ്പും ഒക്കെ ആസ്വദിക്കാൻ നമുക്ക് പറ്റും. നല്ല രസമാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.